സച്ചിൻ, മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിക്കൊണ്ടിരിക്കുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കരൂരിൽ നിന്ന് കാണുന്നത്. മറ്റൊരു കാര്യം, ഈ വിജയ് നേരത്തെ സച്ചിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിനെതിരെയും അതുപോലെ തന്നെ DMK സർക്കാരിനെതിരെയും വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന സാഹചര്യം മുമ്പും നമ്മൾ കണ്ടതാണ്. കോടതിയിലൂടെയാണ് ഈ റാലിക്ക് TVK അനുമതി വാങ്ങിയത്. എന്നാൽ കോടതി നിർദ്ദേശങ്ങൾ പാടെ ലംഘിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. 10,000 പേർക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടി എന്ന പോലീസിന് നൽകിയ കത്തിൽ, പരിപാടിക്ക് മുമ്പ് പോലീസിന് എഴുതി നൽകിയ കത്തിൽ TVK അവകാശപ്പെടുമ്പോൾ പക്ഷേ അതിലേക്ക് എത്തിയത് ലക്ഷക്കണക്കിന് ആളുകളാണ്. കോടതി നിർദ്ദേശങ്ങൾ പാടെ ലംഘിച്ചു. നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയതാണ്, ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ജനങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കുമെന്ന്. എന്തായാലും TVKക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. അത് എത്രത്തോളം അതിനെ സാധൂകരിക്കുമെന്നതിലൊരു വ്യക്തത കൂടി വരേണ്ടതുണ്ട്. കാരണം നടൻ വിജയ്ക്കെതിരെയും കേസെടുക്കണമെന്നാണ് ഒരു വിഭാഗം അടക്കം ആവശ്യപ്പെടുന്നത്. കാരണം അതിൽ ഒരു സത്യം കൂടിയുണ്ട്. കാരണം ഈ ഒരു ദുരന്തം സംഭവിച്ച് രാജ്യം ഒന്നാകെ അതിനെ അനുശോചിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യത്തിൽ ഈ ദുരന്തം നേർക്കാഴ്ചയിൽ നേരിട്ട് കണ്ട നടൻ വിജയ് പക്ഷേ അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ, മാധ്യമങ്ങളോടക്കം ഒന്നും മിണ്ടാതെ സ്വന്തം വിമാനത്തിൽ ചെന്നൈയിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചതിന് പിന്നാലെയാണ് മണിക്കൂറുകൾക്ക് ശേഷം നടൻ വിജയുടെ പ്രതികരണം എത്തിയത്. അതകം തമിഴകത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. സച്ചിൻ, സച്ചിൻ കേൾക്കാമോ? ആര്യ, വലിയ ഒരു ദുഃഖകരമായ കാഴ്ച തന്നെ അലമുറയിട്ടുകൊണ്ട് മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങുന്നത്. ഒരു കുടുംബത്തിലെ തന്നെ 2 പേരെയൊക്കെ നഷ്ടപ്പെട്ട കുടുംബം ഇവിടെ ഉണ്ട്. അവർക്ക് ഒന്നും ദുഃഖം താങ്ങാൻ പറ്റുന്നില്ല. അലമുറയിട്ട് കരഞ്ഞുകൊണ്ടാണ് അവർ ഈ മൃതദേഹം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആര്യ, വളരെ ദുഃഖത്തോടു കൂടെ തന്നെയാണ് മൃതദേഹങ്ങൾ ഓരോ ബന്ധുക്കളും ഏറ്റുവാങ്ങുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ കണ്ടത്. കാരണം സ്വന്തം മക്കളെ അടക്കം നഷ്ടപ്പെട്ട അമ്മമാരുടെ തീരാവേദന, ഇതിനാര് മറുപടി പറയും എന്നൊരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. നിരവധി ആളുകൾ തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി ആളുകളാണ് TVKയുടെ റാലി, അതായത് വിജയ് പങ്കെടുക്കുന്ന റാലി കാണാൻ വേണ്ടി എത്തിയത്. അത് വലിയ രീതിയിൽ കരൂരിലെ വലിയൊരു ജനക്കൂട്ടം തന്നെ ഈ റാലിക്കായി എത്തി. അവരാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ദുഃഖത്തിൽ ആഴ്ന്നിരിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതാവായിട്ടുള്ള ബാലാജി ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? நேற்று தாவேகவுடைய தலைவர் விஜய் கரூருக்கு பரப்புரை வந்திருக்கிறாரு. காவல்துறையிட்ட உரிய அனுமதி வாங்கியிருக்கிறாங்க. 12 மணிக்கு கரூரில் அவருக்கு தீர்மானிக்கப்பட்ட நேரம், ஆனால் 7 மணி நேரம் கடந்து நேற்று வந்திருக்கிறார். ஒரு 10,000 பேர் வருவதாக காவல்துறையில் அவங்க அனுமதி கொடுத்துருக்குறாங்க. ஆனால் 35,000 பேர் வரையும் வந்ததாக பத்திரிகைகள் செய்தி வெளியிட்டிருக்கிறாங்க.
கிட்டத்தட்ட இதுவரையும் இந்திய வரலாற்றிலே இல்லாத அளவுக்கு ரொம்ப மோசமான, உண்மையிலே கவலை அளிக்கிற விஷயமா ஒரு அரசியல் கட்சி தலைவருடைய நிகழ்ச்சியில் 39க்கும் மேற்பட்ட அப்பாவி பொதுமக்கள் பலியாக இருக்கிறாங்க. அது முழுக்க முழுக்க அவரை பார்க்க வந்திருக்கிற ஒரு கூட்டம், வந்திருக்கிற கூட்டத்தை கட்டுப்படுத்துவதற்கோ ஒழுங்குபடுத்துவதற்கோ போதுமான ஏற்பாடுகள் இல்லை. ஒரு 9க்கும் மேற்பட்ட சிறுவர் சிறுமியர், அவங்களாம் என்ன தெரியும், வந்த இடத்துல பலியாக இருக்கிறாங்க. சேலம், பெரம்பலூர், கரூர், ஈரோடு, திண்டுக்கல் உள்ளிட்ட மாவட்டங்கள் வந்திருக்கிறாங்க. இதுவரையும் தமிழ்நாட்டில் இப்படி ஒரு சம்பவம் நடந்தது கிடையாது. என்னதான் அனுதாபம் சொன்னாலும் கூட உயிர் போயிருக்கூடிய அந்த குடும்பங்களுக்கு என்ன ஆறுதல் சொல்கிறது? அரசாங்கம் நிதி ஒதுக்கியிருக்கு. ஆனாலும் இனிமேல், ஏன்னா ஒவ்வொரு சம்பவத்து நடக்கும்போது கூட இனிமேல் சொல்லிக்கிட்டு இருக்கிறோம். ஆனால் இதுவரையும் தமிழ்நாடோ இந்தியாவோ பார்த்துறாத மிகப்பெரிய மோசமான சம்பவமாக தான் நம்ம இருக்குது. இப்போ பார்க்குறாங்க கண்கூட சின்ன குழந்தைங்க, இவங்களாம் என்ன பண்ணாங்க? ஒரு அரசியல் கட்சி தலைவர் நிகழ்ச்சிக்கு வரும்போது இனிமேல் இந்த அரசாங்கமோ அல்லது ஒரு இயக்கத்துடைய தலைவரோ பொறுப்புணர்வோடு தலைமை பண்போடு நடந்து கொண்டதான் சொல்ல விரும்புகிறோம். உண்மையிலே மனசு கஷ்டமாக இருக்குது. இறந்து போன அனைவருக்கும் ஆழ்ந்த அனுதாபங்கள். சிபிஎம் கேஸ் எடுக்க சொல்லியிருக்கு. சிபிஎம் கேஸ் அதாவது நடந்திருக்கிற இந்த நிகழ்ச்சி மீது உரிய விசாரணை நடத்தணும். இப்போ தமிழ்நாடு அரசாங்கம் ஒரு நபர் தலைமையில் ஒரு விசாரணை ஆணையம் அமைச்சிருக்கிறாங்க. அவங்க உரிய விசாரணை நடத்தட்டும். என்ன நடந்திருக்கு என்னன்னு அவங்க விசாரிக்கட்டும். விசாரணையின் மீது ஒரு நடவடிக்கையை இந்த அரசாங்கம் உரிய മുറയിൽ കട്ടായം എടുക്കണം. തീർച്ചയായും ആര്യ അത് തന്നെയാണ്. അതായത് ഡിവൈ ചേർന്നത്, അതായത് പറഞ്ഞത് കൃത്യമായ രീതിയിലുള്ള നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ നേതാവും പറഞ്ഞിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ സംസ്ഥാന സർക്കാർ, അതായത് DMK സർക്കാർ കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അത് പാലിക്കാൻ വേണ്ടി വിജയുടെ പാർട്ടി തയ്യാറായില്ല. അതാണ് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ദുരന്തത്തിലേക്ക് നയിച്ചത്. ഇപ്പോൾ ദൃശ്യങ്ങളിലടക്കം കാണുന്നത് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ എത്തിയ ബന്ധുക്കളെയും കാത്തു നിൽക്കുന്ന മറ്റ് ബന്ധുക്കളാണ്. ഇത്തരത്തിൽ ഒരു നാടിനെ ആകെ, അതായത് പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം എടുത്തുകൊണ്ടാണ് അവർ ഈ സ്വന്തം ബന്ധുക്കളെയും അതേപോലെ തന്നെ മക്കളെ അടക്കം നഷ്ടപ്പെട്ട ആളുകളൊക്കെ ഇതിലുണ്ട്. അവരൊക്കെ ഇന്നലെ വൈകിട്ടോടുകൂടി ഉറക്കമൊഴിച്ചാണ് ഈ മൃതദേഹം ആരാണ് മരണപ്പെട്ടത് എന്ന കാര്യമൊക്കെ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു ആദ്യഘട്ടത്തിൽ. തുടർന്നാണ് ഇന്ന് രാവിലെയോടുകൂടെ 38 പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. അതിൽ ഒരാളുടെ മൃതദേഹം മാത്രമാണ് ഇനി തിരിച്ചറിയാൻ ബാക്കിയുള്ളത്. ഇതിൽ നിന്നും നമുക്ക് കൃത്യമായ രീതിയിൽ വ്യക്തമാവുന്നത് സംഘാടകരുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചു. പോലീസിൻ്റെയും അതേപോലെ തന്നെ സർക്കാരിൻ്റെയും നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെയാണ് ഇത്തരത്തിൽ TVK പരിപാടി സംഘടിപ്പിച്ചത്. അതിൽ വലിയ രീതിയിലുള്ള പാകപ്പിഴകൾ ഉണ്ടായി. അതിൽ പ്രധാനമായും 10,000 പേർ മാത്രം പങ്കെടുക്കാൻ വേണ്ടി അനുമതി കൊടുത്ത പരിപാടിയിൽ 1 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്നു. അവർക്ക് വെള്ളം കുടിക്കാൻ പോലും കിട്ടുന്നില്ല. രാവിലെ മുതൽ നിരവധി പേരാണ് കരൂരിലെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നത്. അവർ ശക്തമായ വെയിലേറ്റ് കുഴഞ്ഞു വീഴുന്നു. അവർക്ക് വെള്ളം കിട്ടുന്നില്ല. അത്തരത്തിൽ വലിയ ഒരു വീഴ്ച സംഭവിച്ചു. അതിൽ പൊലിഞ്ഞത് 39 പേരുടെ ജീവനാണ്. ഇതിൽ കൃത്യമായ നടപടി വേണമെന്ന് CPIM ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് പുലർച്ചയോടുകൂടെ കരൂർ മെഡിക്കൽ കോളേജ് സന്ദർശിച്ചതിന് ശേഷം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ ഒരു വീഴ്ച സംഭവിച്ചവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. മറ്റ് വിജയെ അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യത്തിന് അത് കൃത്യമായ അന്വേഷണത്തിന് ശേഷം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അത്തരം നടപടികളിലേക്ക് കടക്കും എന്ന കാര്യം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ അടിയന്തരമായി ചെന്നൈയിൽ യോഗം ചേർന്നുകൊണ്ട് ദുരന്തത്തിൽ മരിച്ചവർക്ക് 10 ലക്ഷം രൂപ ധനസഹായം തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചികിത്സയിലുള്ളവർക്ക് 1 ലക്ഷം രൂപയും അടിയന്തര ഘട്ടമായി സഹായധനം നൽകും. മാത്രമല്ല വിവിധ ആശുപത്രികളിൽ, അതായത് കരൂരിലെയും
സമീപ ജില്ലകളിലെയും വിവിധ ദിണ്ടിഗൽ അടക്കമുള്ള മറ്റ് ജില്ലകളിലെ ആശുപത്രികളിൽ പരിക്കേറ്റ നിരവധി പേരുണ്ട്. ഇവർക്കൊക്കെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. നേരത്തെ ദിണ്ടിഗൽ കളക്ടറാണ് 38 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ 14 പേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട് എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുള്ളത്. കൃത്യമായ രീതിയിൽ സർക്കാരിൻ്റെയും അതേപോലെ തന്നെ ഡോക്ടർമാരുടെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ ചികിത്സയുടെ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ ഇടപെടൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമാണ് ഇന്നലെ വൈകിട്ടോടുകൂടെ തമിഴ്നാട് കരൂർ ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. ആര്യ.